CMCയുടെ സെക്രട്ടറിയാണ് സുജയ. ക്ഷണിച്ചോളൂ. സുജയ്. ബഹുമാനപ്പെട്ട യോഗത്തിന്റെ അധ്യക്ഷൻ ശ്രീ ഷാൻ ടി കെ, ഈ യോഗം ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി സോഫിയ സലാം, സമ്മാന ദാനം നിർവഹിക്കാൻ എത്തിയിട്ടുള്ള ശ്രീ അബ്ദുൽ ഹമീദ് സർ, വേദിയിലിരിക്കുന്ന മറ്റു വിശിഷ്ട വ്യക്തികളെ, സുഹൃത്തുക്കളെ, ചവറ മുസ്ലിം കൾച്ചറൽ അസോസിയേഷൻ രൂപീകൃതമായി ഇന്നൊരു പുതിയ മാറ്റത്തിലേക്ക് ഞങ്ങൾ കാലെടുത്ത് വയ്ക്കുകയാണ്. ഈ സംഘടന രൂപം കൊണ്ടത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് ഈ സംഘടനയുടെ പ്രവർത്തനം ആദ്യകാലം മുതൽ വീക്ഷിക്കുന്ന ഏവർക്കും മനസ്സിലായി കാണും. സാംസ്കാരികമായും നീതിപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഊന്നിക്കൊണ്ട് 3-ാം വയസ്സിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ആദ്യം ഉദ്ദേശിച്ചതുപോലുള്ള ഒരു ലൈബ്രറി നമുക്ക് ഇന്നിവിടെ സാക്ഷാത്കരിക്കപ്പെടുകയാണ്. പൂർണ്ണതോതിൽ ഒരു ലൈബ്രറി ആയിട്ടില്ല എങ്കിലും ഞങ്ങളെ കൊണ്ടാവുന്ന തരത്തിലൊക്കെ ഒരു ചെറിയ രീതിയിൽ ഒരു ലൈബ്രറി തുടങ്ങിയിട്ടുണ്ട്. വായനശാല ഞങ്ങൾ നാളെ മുതൽ പൂർണ്ണ സജ്ജമായിട്ട് ഇവിടെ ആരംഭിക്കുകയാണ്. ദിനപത്രങ്ങൾ, മാസികകൾ, PSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായിട്ടുള്ള മത്സര പുസ്തകങ്ങൾ എന്നിവ നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. രാവിലെ മുതൽ രാത്രി വരെ നമ്മുടെ വായനശാല ഇവിടെ പൊതുജനങ്ങൾക്കായിട്ട് തുറക്കപ്പെട്ടിരിക്കുകയാണ്. ഇനിയും ധാരാളം മാറ്റങ്ങളും ഒക്കെ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. മുൻ വർഷങ്ങളിൽ നടത്തിയതുപോലെയുള്ള ചികിത്സാ ധനസഹായങ്ങളും ഇനി കൂടുതലായിട്ട് നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഒരു ക്വിസ് പരിപാടി ഞങ്ങളിവിടെ സങ്കല്പിക്കുന്നത്. ചെറിയ തോതിലാണെങ്കിൽ തന്നെയും വളരെ നല്ല പങ്കാളിത്തമാണ് ഇതിനുണ്ടായിട്ടുള്ളത്. വരും വർഷങ്ങളിൽ നല്ല രീതിയിൽ തന്നെയുള്ള ക്വിസ് മത്സരങ്ങളും കലാമത്സരങ്ങളും നമ്മളിവിടെ സംഘടിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ്. ഞാൻ എൻ്റെ സംസാരം ദീർഘിപ്പിക്കുന്നില്ല. എന്നെ ഇന്ന് ഇവിടെ ഏൽപ്പിച്ചിട്ടുള്ള കർമ്മത്തിലേക്ക് കടക്കുകയാണ്. ഈ യോഗത്തിന്റെ അധ്യക്ഷനായിട്ടുള്ള ചവറ മുസ്ലിം കൾച്ചറൽ അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ ഷാൻ ടി കെ ഞാൻ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ യോഗം ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ചവറ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീമതി സോഫിയ സലാമിനെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ മത്സര പരിപാടികൾക്കുള്ള സമ്മാന വിതരണത്തിനായിട്ടുള്ള ശ്രീ ഹമീദ് സാറാണ് ഞങ്ങൾക്ക് ഈ കെട്ടിടവും ഞങ്ങൾക്ക് ഇതിനായിട്ടുള്ള സജ്ജീകരണങ്ങളെല്ലാം ഒരുക്കി തന്നിട്ടുള്ളത്. വളരെയധികം നന്ദിയും കടപ്പാടും ഉണ്ട് അതിനകത്ത്. നമുക്ക് ഹമീദ് സാറിനെ ഈ ഒരു യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ആശംസകൾ അർപ്പിക്കാൻ എത്തിയിട്ടുള്ള ചവറ മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് സെക്രട്ടറി ജനാബ് മുഹമ്മദ് ഫൈസ് താജലിനെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യും. ചവറയുടെ സാംസ്കാരിക മണ്ഡലത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ശ്രീ KE ചെപ്പള്ളിയെ ഞാൻ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള വളരെ വിദൂരത്തു നിന്ന് പോലും ഈ മത്സര പരിപാടികളിലും ഈ യോഗത്തിലൊക്കെ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള സദസ്സിലിരിക്കുന്ന ഓരോരുത്തരെയും ഞാൻ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം കഴിഞ്ഞ ഒരാഴ്ചയായി ഈ പരിപാടികൾ ഇവിടെ സംഘടിപ്പിക്കുന്നതിലേക്കായി അക്ഷീണം പരിശ്രമിച്ച CMCയുടെ എല്ലാ അംഗങ്ങളെയും ഈ യോഗത്തിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. മുസ്ലിം കൾച്ചറൽ അസോസിയേഷന്റെ പരിപാടി
വേദിയിലിരിക്കുന്ന ശ്രീമതി സോഫിയ സലാം, ശ്രീ മുഹമ്മദ് ഫൈസ് താച്ചേൽ, ബഹുമാനനായ ചെപ്പുരി സാർ, ബഹുമാനനായ അച്ഛൻ ശ്രീ ഹമീദ് സാർ, മറ്റ് സദസ്സിലിരിക്കുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, രക്ഷിതാക്കളെ, മറ്റ് ബഹുമാനരെ, CMCയുടെ സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, 2013 രജിസ്റ്റർ ചെയ്ത് 3 വർഷമായി ഞങ്ങൾ ഈ സംഘടനാ പരിപാടികളുമായി മുന്നോട്ട് പോകുന്നു. 3 വർഷത്തിനുള്ളിൽ ഞങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരമാണ് ഇന്നിവിടെ നടന്നത്. നമുക്ക് വേണ്ടി ഈ മുറി തന്ന, സുജയ് പറഞ്ഞതുപോലെ ഈ മുറി തന്ന് സഹായിച്ച ഹമീദ് സാറിനെ CMCയുടെ പ്രവർത്തകർ ഒരിക്കലും മറക്കുകയില്ല. നമ്മൾ പലയിടത്തും പോയി റൂമിന് വേണ്ടി ശ്രമിച്ചിട്ട് നടന്നില്ല. ഒടുവിൽ ഹമീദ് സാറാണ് നമുക്ക് ഈ റൂം തന്ന് സഹായിച്ചത്. നമ്മൾ ഈ ഒരു വായനശാലയുമായി മുന്നോട്ട് പോകാൻ ഉദ്ദേശിച്ചതിന്റെ ലക്ഷ്യം തന്നെ ഈ തലമുറയ്ക്ക് വായനാശീലം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് നമ്മൾ ഇതുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത്. ഇതിനു വേണ്ടിയിട്ട് രാപകൽ കഷ്ടപ്പെട്ട CMCയുടെ നിരവധി പ്രവർത്തകരുണ്ട്. പലർക്കും ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ പലരും എത്തിച്ചേർന്നിട്ടില്ല. ഞായറാഴ്ച ദിവസമായിട്ട് പല പരിപാടികളുമായി പലയിടത്തായിട്ട് അവർക്ക് പോകേണ്ടതുള്ളതുകൊണ്ടാണ് ആരും എത്താനത്. ഞാൻ കൂടുതൽ ദീർഘിക്കുന്നില്ല. ഉദ്ഘാടന പ്രസംഗത്തിന് വേണ്ടിയിട്ട് ശ്രീമതി സോഫിയ സലാമിനെ ക്ഷണിച്ചു. യോഗത്തിന്റെ അധ്യക്ഷൻ ശ്രീ ഷാൻ ടി.കെ, സ്വാഗതം പറഞ്ഞ ശ്രീ സുജയ് മുഹമ്മദ്, ആശംസകൾ അർപ്പിക്കുന്ന ചവറ മുസ്ലിം ജമാഅത്ത് സെക്രട്ടറി കൂടിയായ ശ്രീ മുഹമ്മദ് ഫൈസ് താച്ചി, ചെപ്പള്ളി സാർ, സമ്മാനദാനം നിർവഹിക്കുന്ന ഹമീദ് സാർ, സുനീർ, പ്രിയമുള്ള കുട്ടികളെ, CMCയുടെ സംഘാടകരെ, ബഹുമാനിയരെ, CMCയുടെ വായനശാല ഉദ്ഘാടനം ചെയ്യാൻ എന്നെ ക്ഷണിച്ചതിന് സംഘാടകരോട് വളരെ നന്ദിയുണ്ട്. നമ്മുടെ ഈ പ്രദേശത്തിന്റെ അഭിമാനമാണ് CMCയുടെ വായനശാലയിൽ ചവറ മാർക്കറ്റിന്റെ മുഖച്ഛായ തന്നെ മാറ്റും. അറിവിന്റെ നിധിയാണ് പുസ്തകങ്ങൾ. അവ സൂക്ഷിക്കുന്ന സ്ഥലമാണ് വായനശാല. ഒരു കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തിനായാലും അവന്റെ ഭാവിയെക്കുറിച്ച് അവനുള്ള ഉയർച്ചയായാലും ഒരു നല്ല പുത്തൻ സമൂഹത്തെ കെട്ടിപ്പടുത്തുന്നതിനുമെല്ലാം വായനശാല നമ്മെ ഉപകരിക്കും. ക്വിസ് മത്സരം പോലുള്ള പരിപാടികൾ നടത്തുന്നത് വഴി നമ്മുടെ പ്രദേശത്തെ മിടുക്കരെയും വാർത്തെടുക്കാൻ CMCക്ക് കഴിയും. ജീവകാരുണ്യ പ്രവർത്തനത്തിലായാലും പാവപ്പെട്ട നാട്ടുകാരെ സഹായിക്കുന്നതിനെല്ലാം CMC മുന്നിട്ട് നിൽക്കുന്നു. ഇനിയും CMC കൂടുതൽ ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുഭവത്തോടു കൂടി CMCയുടെ വായനശാല ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. സമ്മാനദാനം നൽകാനായി ഇവിടെ വന്നിരിക്കുന്ന നമ്മുടെ ബഹുമാനനായ അച്ഛൻ അബ്ദുൽ ഹമീദ് സാറിനെ 2 വാക്ക് സംസാരിക്കാനായി ക്ഷണിച്ചു. ബഹുമാന്യരായ വേദിയിലിരിക്കുന്ന പ്രാസംഗികർക്കും ഉദ്ഘാടകർക്കും ചെയ്ത തൊട്ട് അടുത്ത് തന്നെ താമസിക്കുന്ന ഒരു പഞ്ചായത്തിലെ മെമ്പറൊക്കെയാണ്. അവരും മറ്റ് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ആദ്യമായിട്ട് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ഏറെ നാളായിട്ട് ഇതിൻ്റെ പ്രവർത്തകർ ചവറയിലെ ഒരു വായനശാല സ്ഥാപിക്കുന്നതിന് വേണ്ടി കുറേ കാലം കൊണ്ട് തന്നെ വളരെ കൂടുതൽ പ്രതീക്ഷയോടുകൂടി നല്ല നിലയിൽ സ്ഥാപിക്കുന്നതിന് അവർ തന്നെ ഒരുങ്ങുകയാണ്. ഈ അടുത്ത സമയത്താണ് ഇതുപോലെ ഒരു വായനശാല സ്ഥാപിച്ചാൽ കൊള്ളാമെന്ന് എന്നോട് ഒന്ന് പറയുകയും ഇതുപോലെ ഈ
കട കച്ചവടം ഒക്കെ നിർത്തിയിട്ടിരിക്കുന്ന സമയമായതുകൊണ്ട് അത് കൊടുക്കാമെന്ന് പറയുകയും ചെയ്തു. അതനുസരിച്ച് അതിൻ്റെ അറ്റകുറ്റപ്പണികളും ഒക്കെ മാറ്റി ഇത് ഒന്ന് മോഡിഫൈ ചെയ്ത് അവർ തന്നെ നല്ല നിലയിൽ കൊണ്ടുവരുന്നതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടത്തി ഇന്ന് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. ഉദ്ഘാടനം നിർവഹിച്ച് കഴിഞ്ഞു. പിന്നെ ഈ വായനശാല സ്ഥാപിക്കുന്നത് സമൂഹത്തിൻ്റെ ഏറ്റവും വലിയൊരു ആവശ്യമാണ്. കാര്യം വിജ്ഞാനം കുട്ടികൾക്ക് തന്നല്ല വലിയവർക്കായാലും ഏത് പ്രായത്തിലുള്ള ആളുകൾക്കായാലും അറിവ് സമ്പാദിക്കുന്നത് ഏറ്റവും അത്യന്താവശ്യമാണ്. അറിവ് സമ്പാദിച്ച് ഇന്നെങ്കിൽ മാത്രമേ ഈ മനുഷ്യന് മറ്റ് ജീവികളുമായിട്ടുള്ള വ്യത്യാസം എന്താണെന്ന് അറിയാനൊക്കത്തുള്ളൂ. മറ്റിപ്പോൾ മനുഷ്യരല്ലാത്ത ഒരുപാട് ജീവികളുണ്ട്. അതിന് വല്ലതിനും സംസ്കാരമുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ജീവികൾ ഏതെങ്കിലും സംഘടന ഉണ്ടാക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരേ രീതിയിൽ സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ടോ? ഇല്ല. രണ്ട് പശുക്കൾ തമ്മിൽ അടുത്ത് നിന്നാൽ തമ്മിൽ കുത്തും. അതേസമയം മനുഷ്യർ രണ്ടുപേരെ അടുത്ത് നിന്നാൽ പരസ്പരം സഹായിക്കുകയും സ്നേഹിക്കുകയും പരസ്പരം ആവശ്യങ്ങൾ നിറവേറുന്നതിന് അവർ അതിനുവേണ്ടിയൊക്കെ പ്രവർത്തിക്കുകയും ചെയ്യും. പ്രത്യേകിച്ചും ഈ സ്കൂൾ തലത്തിലുള്ള കുട്ടികളെ ഇവിടെ ഇന്ന് ഏതാണ്ടുണ്ടായിരുന്നല്ലോ ക്രിസ്മസ് എന്നുണ്ടായിരുന്നു. അതിൻ്റെ സമ്മാനങ്ങളുമൊക്കെ ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് ഇതിൽ സഹകരിക്കുന്ന എല്ലാവരും അറിവ് നല്ലതുപോലെ സമ്പാദിക്കുകയും അതോടൊപ്പം തന്നെ അത് അറിവ് നമ്മൾ അറിഞ്ഞാൽ മാത്രം പോരാ, അത് മറ്റുള്ളവർക്ക് കൂടി പകരുകയും ചെയ്യണം. എങ്കിൽ മാത്രമേ അറിവിന് അറിവെല്ലാ ആളുകൾക്കും എത്തിച്ചേരുവാൻ സാധിക്കത്തുള്ളൂ. നോളജ് ബെയർസ് ഫ്രൂട്ട്സ് only where there is a tendency to put it into practice എന്നാണ് പറയുന്നത്. അറിവ് പ്രചരിപ്പിച്ചെങ്കിൽ മാത്രമേ എല്ലാവരിലും അത് എത്തിച്ചേരുന്നുള്ളൂ. അതുകൊണ്ട് ഇന്നത്തെ പിഞ്ച് തലമുറയുടെ ഭാരവാഹികളായിട്ടിരിക്കുന്ന നിങ്ങളെല്ലാം ഈ കാര്യങ്ങളെല്ലാം നല്ലതുപോലെ മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കുന്ന കാര്യത്തിൽ പ്രത്യേകം ശ്രമിക്കുകയും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള അറിവ് നമ്മുടെ സഹോദരങ്ങളെയും കൂടി മനസ്സിലാക്കുകയും നമുക്ക് എല്ലാവർക്കും സമൂഹത്തിന് ഒന്നായിട്ട് അതിൻ്റെ ഫലം ഉണ്ടാകത്തക്ക രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്താൽ ഒരു കുഴപ്പവും ഇല്ലാത്ത വളരെ സമാധാന സമ്പൂർണവും വളരെ വിജ്ഞാനപ്രദവുമായ ഒരു സമൂഹത്തിനെ സൃഷ്ടിക്കുന്നതിന് സാധിക്കും. അതിനുവേണ്ടി നിങ്ങളെല്ലാവരും അവരവരുടെ കഴിവിനൊത്തും അല്പം കൂടിയും വേണ്ടുന്ന രീതിയിൽ ആത്മാർത്ഥമായിട്ട് അധ്വാനിച്ച് ഈ പ്രവർത്തനത്തിന് സമൂഹത്തിൽ ചലനം ഉണ്ട് എന്ന് ഉള്ളത് മനസ്സിലാക്കത്തക്ക രീതിയിൽ പ്രവർത്തിച്ച് എല്ലാ കാര്യങ്ങളും സമാധാനവും സ്നേഹസമ്പൂർണവുമായിട്ട് മുന്നോട്ട് പോകണമെന്ന് ഇതിൻ്റെ പ്രവർത്തകരോടും പിന്നെ വിദ്യാർത്ഥികളോടും എല്ലാ നാട്ടുകാരോടും എല്ലാവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ചെറിയ രീതിയിലുള്ള കാര്യങ്ങൾക്കൊന്നും തമ്മിൽ മത്സരം ഉണ്ടാകുകയോ തർക്കിക്കുകയോ ഒന്നും ചെയ്യാതെ തന്നെ കാര്യങ്ങൾ അവസാനപൂർവ്വം മനസ്സിലാക്കി അത് മറ്റുള്ളവർക്ക് കൂടി പകർന്ന് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതിനുള്ള ഒരു വിജ്ഞാനപ്രദമായ ഒരു സ്ഥാപനം നല്ല നിലയിൽ അഭിവൃദ്ധി പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പ്രകാശിച്ചുകൊള്ളുന്നു. സലാമേലേക്ക്. ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി സൗറ ജമാഅത്ത് പള്ളി സെക്രട്ടറി മുഹമ്മദ് ഫൈസിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഫൈസിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ലൈബ്രറിക്ക് വേണ്ടിയിട്ടുള്ള ഒട്ടനവധി ബുക്കുകൾ നമ്മൾ സഹായിച്ച ഒരു വ്യക്തി കൂടിയാണ്. അതിൻ്റെ കടപ്പാട് എന്നും CMCക്ക് ഉണ്ടായിരിക്കും. ഫൈസിക്ക് ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട
യോഗത്തിൻ്റെ അധ്യക്ഷൻ CMCയുടെ പ്രസിഡന്റ്, ഏറ്റവും ബഹുമാനപ്പെട്ട എനിക്ക് പിതൃതുല്യനായ ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് അവരുടെ, ശ്രീ ചെപ്പള്ളി സാർ, ഇവിടെ കൂടിയിരിക്കുന്ന കുട്ടികളെ, ഈ CMCയുടെ പ്രവർത്തകരെ, പാലക്കടവ് വാർഡിൻ്റെ മെമ്പർ കൂടെയുള്ള ബഹുമാനപ്പെട്ട സോഫിയ സലാം. ആദ്യമേ തന്നെ ഈ ക്വിസ് പ്രോഗ്രാമിൽ പങ്കെടുത്ത് വളരെ നല്ല രീതിയിൽ ഞാൻ ഇവിടെ വരുമ്പോൾ UP വിഭാഗത്തിലെ ഫൈനൽ മത്സരത്തിൽ ഒരാളെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയും കുട്ടികൾ ഉരുളക്കുപ്പേര് പോലെ രണ്ടുപേരും മത്സരിച്ച് മറുപടി പറയുന്ന ഒരു അവസ്ഥയാണ് കണ്ടത്. വളരെ സന്തോഷം തോന്നി. നമ്മുടെ കൊച്ചുകുട്ടികൾക്കൊക്കെ തന്നെ വളരെ ജനറൽ നോളജ് ഉണ്ട് എന്നുള്ളത് വളരെ സന്തോഷകരമായൊരു കാര്യമാണ്. CMCയുടെ പ്രവർത്തനം ഉദ്ഘാടന ദിവസം മുതൽ ഞാൻ അതിനകത്ത് പങ്കെടുത്തിട്ടുള്ള ഒരാളാണ്. CMCയുടെ രൂപീകരണവും അതിൻ്റെ പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ വളരെ കൗതുകത്തോടുകൂടിയും ഒരു വേള ചെറിയ ആശങ്കയോടും കൂടി നോക്കിക്കണ്ട ഒരു വ്യക്തിയാണ്. ഈ കുറഞ്ഞ 2-3 വർഷക്കാലം കൊണ്ട് തന്നെ അവർ ശ്രദ്ധേയമായ ഒരു പിടി നല്ല കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി അവർക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം മറ്റ് ഇതിൽ നിന്നും വ്യത്യസ്തരാക്കുന്നത്. കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പ് നീണ്ടര താലൂക്ക് ആശുപത്രിയിൽ അവർ രോഗികൾക്ക് ഭക്ഷണം വിതരണം ചെയ്യുകയുണ്ടായി. അതുപോലെ അവിടെ മറ്റൊരു പ്രോഗ്രാമായിട്ട് അവർ ഈ പരിസര ശുചീകരണം നടത്തുകയുണ്ടായി. അതുപോലെ നിർധനരായ ആൾക്കാർക്ക് ഭക്ഷണ ധാന്യങ്ങളും മറ്റുമൊക്കെ വിതരണം ചെയ്യുകയുണ്ടായി. അങ്ങനെ അവരെ കൊണ്ടാകുന്ന രീതിയിൽ അവർ നല്ല രീതിയിൽ കഴിഞ്ഞ 3 വർഷക്കാലം ഇവിടെ പ്രവർത്തനം കാഴ്ചവെച്ചവരാണ്. തീർച്ചയായിട്ടും അവരുടെയൊക്കെ പ്രായം ഇതിനൊക്കെ പറ്റുന്ന പ്രായമാണ്, ചെറുപ്പമാണ്. ചെറുപ്പത്തിലാണ് നമുക്ക് കൂടുതൽ നിഷ്കളങ്കതയോടുകൂടി സമൂഹത്തിന് വേണ്ടി നന്മ ചെയ്യാൻ പറ്റുന്നത്. CMCയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കൂടുതലും അതിൻ്റെ കരുത്ത് യുവാക്കളാണ്. അവർ യുവാക്കൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമുകൾ നടത്തണമെന്നതാണ് എനിക്ക് ഈ വേളയിൽ അവരോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഇപ്പോൾ SSLC കഴിയുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന് ഏത് രീതിയിലോട്ട് പോകണം എന്നൊരു ചിന്ത അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് പ്രോപ്പറായിട്ട് ലഭ്യമായെങ്കിൽ മാത്രമേ അവർക്ക് നല്ല രീതിയിൽ ഏതെങ്കിലും ഒരു കോഴ്സിന് ചേരാൻ പറ്റുള്ളൂ. ആ രീതിയിൽ മിനിമം SSLC കഴിയുന്ന വിദ്യാർത്ഥികളെ, അവരുടെ രക്ഷകർത്താക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ട് കരിയർ ഗൈഡൻസ് ക്ലാസ്സുകൾ വളരെ ചെലവില്ലാത്ത രീതിയിൽ നടത്തുവാൻ സാധിക്കും. സാധാരണ നമ്മൾ കരിയർ ഗൈഡൻസ് ഒക്കെ ഡിഗ്രി തലത്തിലും പ്രീ ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ടില്ല, +2 ഒക്കെ കഴിഞ്ഞിട്ട് നടത്തുന്നതിനേക്കാൾ ഏറ്റവും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പ്രയോജനം ചെയ്യുന്നത് SSLC ഹൈസ്കൂൾ തലത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് തന്നെ അതിൻ്റെ ഒരു ലക്ഷ്യം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും അവർ ലക്ഷ്യത്തിന് വേണ്ടി പരിശ്രമിക്കുന്നവരായി മാറും. അപ്പോൾ ശരിയായ രീതിയിൽ ഒരു ഗൈഡൻസ് ഇതുപോലുള്ള സാംസ്കാരിക സമിതികൾക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെ മറ്റൊരു കാര്യം നമ്മുടെ ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് സാർ ഇവിടെ പറയുണ്ടായി, വായനശാല എന്ന് പറഞ്ഞാൽ വിജ്ഞാനത്തിൻ്റെ കേന്ദ്രങ്ങളാണ്. അപ്പോൾ ഈ എല്ലാ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ തുറന്നില്ലെങ്കിലും കൃത്യമായിട്ട് ഏതെങ്കിലും ഒരു പ്രത്യേക സമയത്ത് അത് തുറക്കുകയും ഇവിടെ നിന്നും പുസ്തകങ്ങൾ നാട്ടുകാർക്കും അതിൻ്റെ അംഗങ്ങൾക്കും ലൈബ്രറി അംഗത്വമുള്ളവർക്കും ഒരു പർട്ടിക്കുലർ ടൈമിൽ അത് വന്ന് കളക്ട് ചെയ്യുവാനും തിരിച്ചു കൊണ്ടു കൊടുക്കാനും ഒക്കെയുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയും അടിയന്തരമായിട്ട് നമ്മുടെ പുസ്തക ശേഖരണത്തിൻ്റെ കപ്പാസിറ്റി ഇപ്പോൾ വെറും ചെറിയ രീതിയിലാണ് നമ്മൾ തുടങ്ങിയത്. അത് നമ്മൾ ഓരോരുത്തരെ കൊണ്ടും ഓരോ പുസ്തകമെങ്കിലും വാങ്ങിച്ചു വെക്കുന്ന രീതിയിൽ ഒരു പ്രവർത്തനം നടത്തിയാൽ വരുന്ന ഒരു വർഷം കൊണ്ട് അഭൂതപൂർവമായ വളർച്ച നമ്മുടെ വായനശാലയ്ക്ക് ഉണ്ടാക്കാൻ സാധിക്കും.
അപ്പോൾ അത്തരത്തിൽ ഈ നമ്മുടെ ഈ യുവത്വം ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന, സമുദായത്തിന് ഉപകാരപ്രദമാകുന്ന, അതുപോലെ തന്നെ കുട്ടികൾക്കും ഒന്നാകെ, വിദ്യാർത്ഥികൾക്ക് ഒന്നാകെ ഒരു ലക്ഷ്യബോധം തരത്തക്ക രീതിയിൽ നമുക്ക് കരുപ്പിടിപ്പിക്കാൻ കഴിഞ്ഞാൽ അത് വളരെ വളരെ വലിയ ഒരു കാര്യമാണ്. ഏതായാലും ഈ CMCAക്ക് ഇപ്പോൾ ഇവിടെ തുടക്കം കുറിച്ച ഈ വായനശാല അത് ദീർഘനാള് നിലനിൽക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഞാൻ ഇപ്പോൾ ഇത് പറയുമ്പോൾ എനിക്ക് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു വായനശാല അപ്പുറത്ത് തുറക്കുകയുണ്ടായി. ഇത് പലർക്കും ഇപ്പോൾ കുട്ടികൾക്കൊന്നും അറിയത്തില്ല. ഇത് മുതിർന്നവർക്കൽ പക്ഷേ ഓർമ്മയുണ്ടാവും. പ്രതിത സാംസ്കാരിക വേദി എന്ന് പറഞ്ഞിട്ടൊരു വായനശാലയും ഒക്കെ ഉണ്ടായി. സമൂഹത്തിലെ വളരെ നല്ല വ്യക്തിത്വങ്ങൾ നേതൃത്വം നൽകിയ സ്ഥാപനമായിട്ട് കൂടിയും 1 വർഷം 2 വർഷത്തിൽ കൂടുതൽ അതിന് ആയുസ്സുണ്ടായിരുന്നില്ല. അതിൻ്റെ പ്രധാന പ്രശ്നമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്, അവരാദ്യം ചെയ്ത പ്രോഗ്രാം തന്നെ ഒരുപാട് സാമ്പത്തിക ബാധ്യത അവരിൽ വരുത്തി വെച്ച മൺമറഞ്ഞു പോയ മഹാനായ നാടകാചാര്യൻ CN ശ്രീകണ്ഠൻ നായരുടെ ഓർമ്മയ്ക്കായിട്ടുള്ള നാടക മത്സരം നടത്തിക്കൊണ്ട് അവർ തുടങ്ങിയത്. പക്ഷെ അതിന് ഭീമമായ ചെലവ് വേണ്ടി വന്നു. അത് അവർക്ക് താങ്ങാൻ പറ്റിയില്ല. കാലക്രമേണ 1 വർഷം 2 വർഷം കൊണ്ട് അതില്ലാതെ പോയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളിവിടെ ചെയ്യേണ്ടത് അങ്ങനെ എടുത്തിയാടി നമ്മൾക്ക് തൊക്കിലൊതുങ്ങാത്ത രീതിയിൽ വലിയ സാമ്പത്തിക ബാധ്യത വരുത്തി വെക്കുന്ന കാര്യങ്ങൾ ചെയ്യാതെ ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഇപ്പോൾ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ദീർഘകാലം നിലനിൽക്കും. അതുപോലെ നമ്മുടെ ഈ വായനശാല തുറന്ന് പ്രവർത്തിക്കുന്നതിന് നമ്മൾ നിശ്ചിത സമയം ഫിക്സ് ചെയ്യുക. ആ സമയത്ത് കൃത്യമായി തുറക്കുകയും അത് അടയ്ക്കുകയും ചെയ്യുക. അതുപോലെ എല്ലാ ദിവസവും പുസ്തകങ്ങൾ ഇവിടുന്ന് കൊടുക്കാൻ സാധിച്ചില്ലെങ്കിലും ആഴ്ചയിൽ 1 ദിവസമെങ്കിലും 1 മണിക്കൂറെങ്കിലും അതിന് പ്രത്യേക ടൈം നിശ്ചയിക്കുക. ആ ടൈമിൽ കൃത്യമായി കൊടുക്കുകയും തിരിച്ചു വാങ്ങുകയും ചെയ്യുന്ന സിസ്റ്റം നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും പതുക്കെ നമുക്കിത് ഉയരങ്ങളിൽ എത്തിക്കാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത്തരത്തിൽ ഇതിനെല്ലാ വിജയവും നേർന്നുകൊണ്ട് സർവശക്തൻ എല്ലാവർക്കും ഇതിനും നല്ല കഴിവും അതിനുള്ള ചങ്കുറ്റവും നൽകട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ ഈ വായനശാലയും CMCക്കൊക്കെ എൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ബഹുമാനീയനും ആദരണീയനുമായ ശ്രീ ചെപ്പളി സാറിനെ ക്ഷണിക്കുന്നു. ആദരണീയരെ, പ്രിയപ്പെട്ടവർ, ചവറയുടെ ഹൃദയഭാഗത്ത് ഒരു സാംസ്കാരിക പ്രസ്ഥാനം ഉയർന്നു വന്നു എന്നുള്ളത് ചാരിതാർത്ഥ്യകരമായ ഒരു കാര്യമാണ്. ഒരു പ്രദേശത്ത്, വിശിഷ്യ ഒരു ഗ്രാമപ്രദേശത്ത് ഒരു സാംസ്കാരിക പ്രസ്ഥാനം ഉയർന്നു വരുന്നു എന്ന് പറയുമ്പോൾ ആ നാട്ടിൽ അധിവസിക്കുന്ന ജനതയുടെ സാംസ്കാരിക മുന്നേറ്റത്തിൻ്റെ നാന്ദിയായിട്ടാണ് നമുക്ക് കണക്കാക്കുന്നത്. എന്താണ് സംസ്കാരം എന്ന് ചോദിച്ചാൽ കഴിഞ്ഞുപോയ തലമുറ ഇന്നത്തെ തലമുറയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ള നന്മകൾ എന്ത്, അതിനെ സംസ്കാരം എന്ന് വിളിക്കാം. മനുഷ്യനാണ് സംസ്കാരമുള്ളത്. ഭൂമുഖത്ത് ജീവിച്ചിരിക്കുന്ന ചരാചരങ്ങളുടെ, അതായത് സചേതനങ്ങളും അചേതനങ്ങളുമായ ചരാചരങ്ങളുടെ ചരിത്രം പഠനവിധേയമാക്കുമ്പോൾ മനുഷ്യനാണ് ഏറ്റവും വലുത് എന്ന് മനസ്സിലായി. മനുഷ്യൻ വിജ്ഞാനം ആഗ്രഹിക്കുന്നവനാണ്. മൃഗീയ സ്വഭാവത്തിൽ നിന്നും പിന്തിരിഞ്ഞ് മാനവികതയ്ക്കും മൂല്യങ്ങൾക്കും വില നൽകുന്ന ഒരു വ്യവസ്ഥിതി സൃഷ്ടിക്കുക എന്നതാണ് മനുഷ്യൻ്റെ കടമ. ആ മനുഷ്യനില് അറിവ് സമ്പാദിക്കുക എന്നുള്ളതും ഒരാവശ്യമാണ്. വിദ്യാഭ്യാസം കൊണ്ട് മാത്രം ഒരു വ്യക്തിയുടെ വിജ്ഞാന ഭണ്ഡാകാരം വികസ്വരമാകുന്നില്ല. ഈ വിജ്ഞാനം എന്ന് പറയുന്ന രമ്യഹർമ്മ്യത്തിലേക്ക് കടന്നു കയറുന്ന ചവിട്ടുവടിയാണ് വിദ്യാഭ്യാസം. കലാശാലകളിൽ മറ്റ് കടന്നു കയറി വലിയ ഡിഗ്രികൾ എടുത്താലും അവൻ്റെ അറിവിൻ്റെ ഭാഗം പിന്നെയും ഏതോ ഒഴിഞ്ഞു കിടക്കുകയാണ്. അതായത് സമുദ്രത്തിൻ്റെ ആഴത്തിൽ കിടക്കുന്ന മുത്ത് കണ്ടെത്താൻ ശ്രമിക്കുന്ന കുട്ടിയുടെ വ്യഗ്രതയാണ് അപ്പോഴും ഉള്ളത്. എൻ്റെ അഭിപ്രായത്തിൽ
ഈ വിജ്ഞാന പൂർത്തീകരണത്തിന് 3-4 കാര്യങ്ങളിലൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഒന്നാമതായി സംസർഗം. സംസർഗം എന്ന് പറയുമ്പോൾ നമ്മളെക്കാൾ അറിവുള്ള, നമ്മളെക്കാൾ വിജ്ഞാന സമ്പന്നരായ ആളുകളുമായുള്ള അടുപ്പം. അറിവില്ലായ്മ മനുഷ്യന്റെ ജന്മസിദ്ധമാണ്. ആ അറിവില്ലായ്മയെ ചോദ്യം ചെയ്യുന്നതിന് എതിരായി അറിവ് സമ്പാദിക്കുന്നതിന് വേണ്ടി മുതിർന്നവരുമായി ബന്ധപ്പെട്ട് ആശയവിനിമയം നടത്തി അഭിപ്രായം സ്വീകരിക്കുക. രണ്ടാമത്തത് ദേശാടനമാണ്. ഒരു ദേശത്ത് അധിവസിക്കുന്ന ഒരാള് ആ ദേശത്ത് മാത്രം അധിവസിക്കുന്നത് കൊണ്ട് ആ പ്രദേശത്തെ സംസ്കാരം മാത്രമേ അയാളിൽ ഉണ്ടാകുന്നുള്ളൂ. മറിച്ച് വിദേശ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ അന്യ രാജ്യങ്ങളിൽ നമ്മൾ പോയി കണ്ടു സംസാരിച്ച് ബന്ധപ്പെട്ട് വരുമ്പോൾ അവിടുത്തെ സംസ്കാരം നമ്മുടെ സംസ്കാരവുമായി ബന്ധപ്പെടുന്നു. ഇതൊരു ഉദാഹരണമാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് അറേബ്യയിലും ഒക്കെ പോയ, പേർഷ്യയിലും ഒക്കെ പോയി മടങ്ങി വന്ന ചെറുപ്പക്കാർ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഈ എന്തെന്ന് സംസ്കാരം എന്തെന്ന് ചിന്തിക്കാൻ കഴിയാത്ത ആ ചെറുപ്പക്കാർ ഇന്ന് ഈ സംസ്കാരത്തെ പറ്റി പറയാനും പഠിക്കാനും പ്രവർത്തിക്കാനും കഴിയുന്ന ഒരവസ്ഥയിലെത്തി. അത് ദേശസഞ്ചാരം കൊണ്ടുള്ളതാണ്. ഇനി വേണ്ടുന്നത് പാരായണമാണ്. അറിവ് സമ്പാദിക്കുന്നതിൻ്റെ അടിസ്ഥാനപരമായ കാരണം പാരായണം. എന്ത് തന്നെ ആയാലും ശരി, പത്രങ്ങൾ, മാസികകൾ, പുസ്തകങ്ങളൊക്കെ വായിച്ച് പഠിക്കുന്ന അറിവ് വ്യത്യസ്തമാണ്. മനുഷ്യൻ്റെ അറിവ് ഊരി നിറയ്ക്കുന്ന അറിവെന്നും ഊറി ഉറയുന്ന അറിവെന്നും 2 തരം അറിവുണ്ട്. ഈ 2 തരം അറിവില് ഊരി നിറയ്ക്കുന്ന അറിവിനേക്കാൾ ഉന്നതമാണ് ഊറി ഉറയുന്ന അറിവ്. ഈ ഊറി ഉറയുന്ന അറിവിൻ്റെ ഉടമസ്ഥകളാണ് ചിന്തകന്മാർ, കലാകാരന്മാര്, ചിന്തകന്മാര്, ശാസ്ത്രജ്ഞന്മാരൊക്കെ ഊറി ഉറയുന്ന അറിവിൻ്റെ ഉറവിടങ്ങളാണ്. ഇവർക്ക് എങ്ങനെ ഈ അറിവുണ്ടായി എന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാരായണം നിരതരായിരുന്നു. പുതിയ പുതിയ കാര്യങ്ങൾ അറിയാനുള്ള വ്യഗ്രത. അപ്പോൾ ആ വ്യഗ്രതയാണ് അവരെ അതിന് പ്രേരിപ്പിച്ചത്. അതുകൊണ്ട് ഒരു വായനശാലയിലേക്ക് നാം കയറി ചെല്ലുമ്പോൾ അവിടെ കാണുന്ന കുറേ പുസ്തകങ്ങളുണ്ട്. അത് വെറും പുസ്തകങ്ങളല്ല, അധ്യാപകരാണ്. ഓരോ വിഷയത്തെക്കുറിച്ചും ആധികാരികമായി നമുക്ക് സംസാരിക്കാൻ കഴിയുന്ന, പറഞ്ഞു തരാൻ കഴിയുന്ന അധ്യാപകരാണ് ഈ പുസ്തകങ്ങൾ. മുഖം കടക്കാതെയും ചൂരൽ പ്രയോഗം നടത്താതെയും വിജ്ഞാനം പകരുന്ന അധ്യാപകരാണ് പുസ്തകങ്ങളെന്ന് ഞാൻ പറഞ്ഞു. ആ പുസ്തകം നിങ്ങൾ പാരായണം ചെയ്യുക, കൃതികൾ ശേഖരിക്കുക. അതായത് ഉത്തമ കൃതികൾ ശേഖരിക്കുക, ഉത്തമ കൃതികൾ ശേഖരിച്ചിട്ട് വായിക്കുക. ഈ ഗ്രന്ഥകാരന്മാരുടെ ഗ്രന്ഥങ്ങൾ, വിലപ്പെട്ട ഗ്രന്ഥങ്ങളുണ്ട്. ശ്രീമാൻ ജവഹർലാൽ നെഹ്റുവിൻ്റെ പുസ്തകങ്ങൾ, മഹാത്മാഗാന്ധി എഴുതിയ പുസ്തകങ്ങൾ, ഈ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അവരുടെ കാലഘട്ടത്തിൽ, അവർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഇവിടെ നിലനിന്നിരുന്ന സംസ്കാരവും അതിനുശേഷം നമ്മുടെ സമൂഹത്തിൽ വന്ന മാറ്റങ്ങളും നമുക്ക് കാണാൻ കഴിയും. എസ് കെ പൊറ്റക്കാടിൻ്റെ കുറേ പുസ്തകങ്ങളുണ്ട്, സഞ്ചാര സാഹിത്യം. ഈ സഞ്ചാര സാഹിത്യം നമ്മൾ വായിക്കുമ്പോൾ ഈ പ്രദേശത്ത് നിലനിന്നിരുന്ന സംസ്കാരത്തെ പറ്റി നമുക്ക് അറിയാൻ കഴിയും. കാപ്പിരികളുടെ നാട് എന്നൊരു പുസ്തകം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഈ കാപ്പിരികളുടെ നാടെന്ന പുസ്തകം വായിക്കുമ്പോൾ കാപ്പിരിയൻ സംസ്കാരം നമുക്ക് പിന്നെ അങ്ങനെ ഓരോ വ്യക്തികളും എഴുതുന്ന പുസ്തകങ്ങൾ, ആ പുസ്തകങ്ങൾ ഉത്തമ കൃതികളുണ്ട്, അസമ കൃതികളുണ്ട്. മനുഷ്യത്വത്തിന് വില കൊടുത്ത് വളർത്തിയെടുക്കുന്ന ഗ്രന്ഥങ്ങളുണ്ട്. ആ ഗ്രന്ഥങ്ങൾ തള്ളിക്കളഞ്ഞുകൊണ്ട് ഉത്തമ കൃതികൾ, മനുഷ്യനും മാനുഷിക മൂല്യങ്ങൾക്കും നിലനിൽക്കുന്ന ഉത്തമ കൃതികൾ തിരഞ്ഞെടുത്ത് വായിക്കുവാനും അതിലത്തെ ആശയങ്ങൾ ഉൾക്കൊള്ളിച്ച് പ്രവർത്തിക്കുവാനും യുവതലമുറയിലെ കുഞ്ഞുങ്ങളെ നിങ്ങളോട് ഞാൻ ഉപദേശിക്കുകയാണ്. നിങ്ങൾ കൃതികൾ വായിക്കുക, പുസ്തകം വായിക്കുക, ആ വായനയിലൂടെ അറിവ് നേടുക. ഞാൻ പറഞ്ഞപ്പോൾ ഒരു കാര്യം സന്ദർഭത്തിൽ ഞാൻ ഓർത്തു പോവുകയാണ്. 13 വയസ്സ് പ്രായമുള്ള ഒരാളാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുന്ന ഈ ജീവിതസായാഹ്നത്തിലെത്തിയ ഞാൻ. അന്ന് ചവറ മുസ്ലിം ജമാഅത്ത് മാനേജിംഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ
നടത്തിയ പ്രസംഗ മത്സരം ഉണ്ട്. അന്ന് അമീർ സാറൊക്കെ പ്രസിഡന്റ്, സെക്രട്ടറി പ്രസിഡന്റ് ഒക്കെ ആയിട്ടിരിക്കുന്ന കാലം. അന്നത്തെ ആ പ്രസംഗ മത്സരത്തിലെ മാർഗമാണ് എന്നെ ഒരു വായനക്കാരനാക്കിയത്, പ്രാസംഗികനാക്കിയത്. ഈ വേദിയിൽ നിന്ന് ഇത്രയും കാര്യങ്ങൾ പറയാൻ എന്നെ പ്രേരിപ്പിച്ചു. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ നിങ്ങൾ വായിക്കുക, വളരുക, പുതിയ അറിവുകൾ നേടുക, സമൂഹത്തിന് വേണ്ടുന്ന രീതിയിലുള്ള നന്മകൾ ചെയ്യാൻ തയ്യാറാകുക. CMCയുടെ പ്രവർത്തകരെ, നിങ്ങൾ ഇവരിൽ അന്തർലീനമായിരിക്കുന്ന കലാപരവും കായികവും സാംസ്കാരികവുമായ പ്രവർത്തികൾ വളർത്തിയെടുത്ത് അവരെ സമൂഹ മധ്യത്തിലെ ജനോപകാരപ്രദമായ കർമ്മം ചെയ്യുന്ന കർമ്മനിരതരായ തലമുറയെ വളർത്തെടുക്കാൻ ശ്രമിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് നിർത്തട്ടെ. നമസ്കാരം. നമ്മുടെ കൂടെ ഇന്ന് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ആൾക്കാരുണ്ട്. അവർക്ക് പോകേണ്ടതിനാൽ സമ്മാനങ്ങൾ നിർവഹിക്കാൻ വേണ്ടി ബഹുമാനനായ ഹമീദ് സാറിനെ ക്ഷണിച്ചു. UP വിഭാഗം ക്വിസ് മത്സരം. ഒന്നാം സമ്മാനം ഗോപിക, ഗവൺമെന്റ് UPS തെക്കുംഭാഗം. രണ്ടാം സമ്മാനം അദ്വൈത്, ഗവൺമെന്റ് UPS മുക്കുത്തോട്. അടുത്ത HS വിഭാഗത്തിന്റെയാണ്. HS വിഭാഗത്തിൽ ഒന്നാം സമ്മാനം സൽമാൻ, ഗവൺമെന്റ് VHS ചവറ. രണ്ടാം സമ്മാനം ധനുഷ്, ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കൊറ്റംകുളങ്ങര. ധനുഷ് വന്നിട്ടില്ല. ഈ അടുത്ത UP വിഭാഗം പങ്കെടുത്ത എല്ലാവർക്കുള്ള പ്രോത്സാഹന സമ്മാനങ്ങളാണ്. കൊടുത്തോ സുജയ്, കൊടുത്തോ? അത് പേരും കുറിച്ച് പ്രോത്സാഹന സമ്മാനം നൽകുന്നതിനായിട്ട് പഞ്ചായത്ത് അംഗം ശ്രീമതി സോഫിയ സലാമിനെ ക്ഷണിച്ചോളൂ. ഫൗസിയ, ഗവൺമെന്റ് UPS ചവറ മുക്കത്തോട്. അമീന, ഗവൺമെന്റ് UPS മുക്കത്തോട്. മുഹമ്മദ് ആദിൽ, സ്ട്രാറ്റ്ഫോർഡ് പബ്ലിക് സ്കൂൾ. മുഹസിൻ, ഗവൺമെന്റ് UPS മുക്കത്തോട്. ആമിന, ഗവൺമെന്റ് UPS മുക്കത്തോട്. സിദ്ധാൻ, ഗവൺമെന്റ് UPS മുക്കത്തോട്. ഗോപിക, ഗവൺമെന്റ് UPS. തൻസില, ഗവൺമെന്റ് UPS മുക്കത്തോട്. അടുത്തതായി പ്രോത്സാഹന സമ്മാനം നൽകാനായി ചവറ ജമാഅത്ത് സെക്രട്ടറി മുഹമ്മദ് ഫൈസ് താജിനെ ക്ഷണിച്ചോളൂ. അമീൻ, സ്ട്രാറ്റ്ഫോർഡ് പബ്ലിക് സ്കൂൾ. അഭിനവ് ജെ, ഗവൺമെന്റ് UPS മുക്കത്തോട്. അഭിനവ് ജെ, ഗവൺമെന്റ് UPS മുക്കത്തോട്. അനസ്, വലിയം സെൻട്രൽ സ്കൂൾ. അദ്വൈത്, ഗവൺമെന്റ് UPS മുക്കത്തോട്. സെയ്ദലി, ഗവൺമെന്റ് UPS മുക്കത്തോട്. മുഹമ്മദ് അനസ്, കനോസ ഗവൺമെന്റ് കരുനാപ്പള്ളി. ആമിന കെ, ഗവൺമെന്റ് UPS മുക്കത്തോട്. മാളവിക, ഹോളി ഫാമിലി കാവനാട്. അഭിജിത്ത്, ഗവൺമെന്റ് UPS മുക്കത്തോട്.
റോഷൻ ശ്രീബുദ്ധ സെൻട്രൽ സ്കൂൾ. റോഷൻ ഹൈസ്കൂൾ വിഭാഗത്തിലുള്ളവർക്കാണ്. ഫാത്തിമ ഗവൺമെന്റ് VHS കരുനാഗപ്പള്ളി. പ്രോത്സാഹന സമ്മാനം നൽകുന്നതിനായി ചെപ്പള്ളി സാറിനെ ക്ഷണിച്ചോളൂ. ഫാത്തിമ S ഗവൺമെന്റ് VHS കരുനാഗപ്പള്ളി. ബിനില ബഷീർ ഗവൺമെന്റ് HSS കരുനാഗപ്പള്ളി. അഫ്സൽ ലേക്ക്ഫോർഡ്. CN മുഹമ്മദ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കൊട്ടകുളങ്ങര. ഹാഷിം ഗവൺമെന്റ് VHS കൊട്ടകുളങ്ങര. സുമയ്യ ഗവൺമെന്റ് VHS കൊട്ടകുളങ്ങര. അനീബ് ഗവൺമെന്റ് VHS കൊട്ടകുളങ്ങര. ആസിഫ് മുഹമ്മദ് ഗവൺമെന്റ് HS ചവറ. പ്രോത്സാഹന സമ്മാന വിതരണത്തിനായി ഉപദേശ സമിതി ആസ്ഥാന വാർഷിക പ്രവർത്തനം ക്ഷണിച്ചു. റിൻഡ തങ്കച്ചൻ ഗവൺമെന്റ് VHS കൊട്ടകുളങ്ങര. റിൻഡ. അൽതാഫ്. ധനുഷ്. മത്സരത്തിൽ പങ്കെടുത്ത് ആർക്കെങ്കിലും ഇനി സമ്മാനം കിട്ടാനുണ്ടോ? പങ്കെടുത്ത എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടോ സമ്മാനം? ഇരുന്ന് അവിടെ ഇരി. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ TK ഷാൻ, മറ്റ് ഇഷ്ടവ്യക്തികൾക്കും മറ്റ് എല്ലാ സുഹൃത്തുക്കളും, ഞങ്ങളുടെ വർഷങ്ങളായിട്ടുള്ള സ്വപ്ന സാക്ഷാത്കാരമായിരുന്നു ഇന്നിവിടെ നടന്നത്. ഏതായാലും 2 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സൗജന്യമായി സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ആരംഭിക്കുന്നതാണ്. എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന രീതിയിൽ തന്നെയായിരിക്കും ഇത് നടക്കുന്നത്. എൻ്റെ കർത്തവ്യം എന്ന് വെച്ചാൽ നന്ദി പറയുക എന്നുള്ളതാണ്. അതിലേക്ക് ഞാൻ കടക്കുന്നു. ഈ CMCയുടെ വായനശാലയ്ക്ക് വേണ്ടി 60ഓളം ബുക്കുകളും ഞങ്ങൾക്ക് വേണ്ടി നിർദ്ദേശങ്ങളും തന്നു സഹായിച്ച ശ്രീ മുസ്ലിം ജമാഅത്ത് സെക്രട്ടറി ശ്രീ മുഹമ്മദ് ഫൈസ് താച്ചേലിനും എൻ്റെ വ്യക്തിപരമായ പേരിലും CMCയുടെ പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഞങ്ങൾക്ക് ഈ ഓഫീസ് തുടങ്ങുന്നതിനായി റൂം തന്ന് സഹായിച്ച ശ്രീ ഹമീദ് സാറിന് എൻ്റെ വ്യക്തിപരമായ പേരിലും CMCയുടെ പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. മറ്റ് എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും മറ്റ് വിദ്യാർത്ഥികൾക്കും എൻ്റെ പേരിലും CMCയുടെ പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ക്ഷമിക്കണം. ഇതിൻ്റെ ഉദ്ഘാടനം നടത്തിയ വാർഡ് മെമ്പറും ശ്രീമതി സോഫിയ സലാം അവർക്ക് എൻ്റെ പേരിലും CMCയുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. യോഗ നടപടികൾ അവസാനിക്കാൻ